ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയും ശീതക്കാറ്റല്ല, ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. ഇപ്പം ഏത് സമയത്തും മഴയും ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമെന്നൊക്കെയാണ് ജാഗ്രത പറഞ്ഞേക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യെല്ലോ അലർട്ടും ഇതൊക്കെ പ്രഖ്യാപിച്ച് സ്കൂളുകൾക്കൊക്കെ അവധി പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലൊക്കെ ഇന്ന് സ്കൂൾ അവധിയാണ് ഇന്നലെ പറഞ്ഞത്. എങ്ങൊന്നും പഠിത്തമുണ്ടോ എന്ന് അറിയത്തില്ല. ഒരുപാട് ജില്ലകളിലൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം ഓരോ ദിവസം നേരം വെളുക്കുമ്പോഴും ഓരോ വാർത്തകളാണ്. മൂവർ സംഘം ഇറങ്ങി അത് ഒരേ വീടുകളിൽ പകൽ പോലും കയറി ആക്രമിച്ച് അതങ്ങനെ തിരുവനന്തപുരത്ത് ഇന്നലെ 2 വീടുകളിൽ കയറിയെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും പകൽ പോലും വീട്ടിൽ കതവും ജനലും ഒന്നും തുറന്നിട്ടല്ല എന്നൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ എല്ലാം കൊണ്ടും കുഞ്ഞുങ്ങളെ എന്നും ഒറ്റയ്ക്ക് വെളിയിലിറക്കി നിർത്തി അങ്ങനെ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ചുള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ്. നമുക്കിവിടെ പറയത്തക്ക പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഒരുവിധം എല്ലാവരും സേഫായിട്ട് പോകുന്നു. അപ്പം ഞാൻ ഇന്നലെ മിനിയാന്നും നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പുവിൻ്റെ VRN ലവ് ചാനലിലെ അപ്പുവിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ കുറച്ച് പേര് മാത്രമാണ്, കുറേ പേരങ്ങ് അതിന് നെഗറ്റീവ് ഇട്ട്. കാര്യം ഇപ്പോഴും വന്ന് പുതിയതായിട്ട് ചാനൽ തുടങ്ങി പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തവർ മറ്റേ ചാനൽ കണ്ടിട്ട് പാവങ്ങളൊക്കെ നിന്ന് കുറ്റം പറഞ്ഞ് പോകുന്ന കുറേ നമുക്ക് ഒരേ അത് അമ്മമാരെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും അങ്ങനെയാകുമ്പോൾ പിന്നെ എല്ലാവരും വിശ്വസിക്കുമല്ലോ എന്നുള്ള ഒരിതിൽ എനിക്ക് കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി പാവം തോന്നുന്നുണ്ട് കേട്ടോ. കഷ്ടം. അവർക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ഒരു സന്തോഷം കിട്ടുമ്പോഴത്തേക്ക് ഉടനെ ഒരു ദുഃഖമാണ് എന്ന് പറഞ്ഞാൽ ഇവരെ കുടുംബം ഇന്നിപ്പോൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഇന്നിപ്പം അപ്പുവിൻ്റെ വീട്ടുകാർ അമ്മയായാലും പെങ്ങളായാലും അവർ നല്ല രീതിക്ക് ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നു എങ്കിൽ അതിന് കാര്യം ഈ അപ്പു തന്നെയാണ്. അപ്പുവിന് ഒരു ചാനലുണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടാണല്ലോ അവർ ആ ഒരു ഇതിൽ ഒരു സന്തോഷം അവർക്ക് 10 പൈസ സ്വന്തമായിട്ട് കയ്യിലെടുക്കാൻ എന്നാൽ ചെയ്യും. അല്ലാതെ അല്ല. അവർ ഇപ്പോൾ അമ്മു ആയാലും അമ്മുവിന് എണ്ണയുടെ ബിസിനസ് നല്ല രീതിക്ക് പോകുന്നുണ്ട്. സിന്ധുവിൻ്റെ വീട്ടിൽ സുനിൽ പപ്പ പിന്നെ കടയിൽ പോകുന്നുണ്ട്. എന്നാലും അവരുടെ സ്വന്തമായ ആ ഒരു ചാനൽ കൂടി തുടങ്ങിയപ്പോഴാണ് സിന്ധുവിൻ്റെ വീട്ടിലായാലും ആ ഒരു രീതി, ആ വീട്ടിലെ മൊത്തത്തിലുള്ള ആ ഒരു രീതി മൊത്തത്തിലങ്ങ് മാറിയത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഇപ്പോൾ സ്വന്തം വീട്ടിൽ ഇപ്പം സിന്ധുവിൻ്റെ സുനിൽ പപ്പയുടെയും വീട്ടിൽ അപ്പു ആ വീട്ടിൽ നിന്ന് അന്ന് പ്രശ്നങ്ങൾ ഇപ്പം അമ്മയും മക്കളും ആകുമ്പം വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ ഇപ്പം ഈ പബ്ലിക്കിലിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇതാകുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നു ഒരിക്കലും ഒന്ന് അപ്പു പോകരുതായിരുന്നു. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ആർത്തണത്ത് നല്ലതുപോലെ അതങ്ങ് ഇതാവും. അമ്മയും മക്കളും ആകുമ്പം തട്ടിയും മുട്ടിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളാവുമ്പോൾ അതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഉടനെ അങ്ങ് പോകരുതായിരുന്നു. പോയി എന്ന് വിചാരിച്ചവന് ദോഷമൊന്നും വന്നിട്ടില്ല. എന്നാലും അങ്ങനെ പോകരുത് ഒരിക്കലും. ഒരു ഇതും നമ്മളങ്ങനെ ഒരിക്കലും പോവുകയും ചെയ്തത്. അപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടാണ് ആ വീട്ടിൻ്റെ മണ്ടയിൽ ഷീറ്റൊക്കെ അടിച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊക്കെ മനസ്സിൽ ഒരു ഇത് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ചീറ്റലൊക്കെ മാറി എല്ലാവരും ആ പഴയ സന്തോഷത്തിൽ തന്നെ. നിങ്ങൾ ഈ കുറ്റം പറയുന്നവരെല്ലാം സിന്ധുമ്മേരെ മറ്റേ VRN ലവ് ചാനലിലെ ആദ്യത്തെ വീഡിയോകളെല്ലാം പോയി കാണണം കേട്ടോ. ആ വീട്ടിൽ അവർ സന്തോഷമായി കഴിയുന്ന ആ ഒരു ഇതൊക്കെ പോയി കാണണം. സത്യമാണ്, അത്ര ഒരു നല്ല കുടുംബമായിരുന്നു അവർ. അപ്പം ഇങ്ങനെ ആ ഒരു ഇതിൽ വന്നത്
പോകെ പോകെ അവരിപ്പോൾ ഇങ്ങനെ അവരിതൊക്കെ പറയുന്നു എങ്കിലും എനിക്ക് ആൾക്കാർ ഇപ്പം അപ്പൂനെ തന്നെ ദേഷ്യം പിടിപ്പിച്ച് അപ്പൂനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതാണ് അതൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് എന്തോ കിട്ടും. അവർ സഹോദരൻ സഹോദരിയാണ്. അപ്പം ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കൊണ്ട് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്ന് ഓരോന്ന് പറഞ്ഞ് അതിന് ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ചാണ് അവസാനം സതി കെട്ട് അപ്പു വന്നിരുന്ന പബ്ലിക്കിൻ്റെ മുമ്പേ ഇരുന്ന് ഓരോന്ന് വിളിച്ച് എടുക്കുകയും ചെയ്തത്. അതൊക്കെ ഈ പറഞ്ഞ കണക്ക് എപ്പോഴായാലും ഒരു കുടുംബത്തിലുള്ള ഉടപ്പറന്നവനും പെങ്ങളും അതൊക്കെ എപ്പോഴായാലും അതൊക്കെ നമുക്ക് അങ്ങനെ തെറ്റായ വശങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരും ചെയ്യിക്കുന്നതാണ് അതൊക്കെ. ആ കുടുംബം തമ്മിൽ ഒരിക്കലും അവർ നിരന്ന് പോകാതെ അല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളാണ്. അപ്പം ഈ ഇടയ്ക്കൊരു ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാൻ ഇടയായി. അത് കുറച്ച് ഇതായേ തുടങ്ങിയിട്ടുള്ളൂ. മോൻ സംസാരിച്ച് ഞാൻ VRN ലവ് ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടെന്നും പറയാൻ അമ്മയ്ക്ക് എന്താണമ്മ പറയാനുള്ളത്? VRN ലവ് ചാനലിൽ അവൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി, എന്നിട്ട് അവൻ അങ്ങ് പോയിരുന്നിട്ട് വീട്ടിലെ കുടുംബത്തിനെ കുറിച്ച് അമ്മയെയും കുടുംബത്തിനെയും കുറിച്ച് എപ്പോഴും കുറ്റം പറയുന്നു. പക്ഷെ അവർ തിരിച്ച് ഒരു കുറ്റവും പറയുന്നില്ല. അവൻ അമ്മയും പെങ്ങളെയും കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ തിരിച്ച് അമ്മയും പെങ്ങളും ഒന്നും പറയുന്നില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നതെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർ VRN ലവ് ചാനലിൽ ആദ്യത്തെ വീഡിയോകളൊന്നും കാണാത്തൊരു വ്യക്തിയാണെന്ന്. എന്നിട്ട് അമ്മേനെ കൊണ്ട് വീഡിയോ കൊടുത്തിട്ട് അമ്മയ്ക്ക് എന്താണ് അമ്മ പറയാനുള്ളത്? അപ്പം അമ്മ നല്ലതുപോലെ ഇല്ല, ഞാൻ ആദ്യമേ പറയുന്ന കണക്ക് നിങ്ങൾ ഒന്നായി കാണാനാണ് ആഗ്രഹം, നിങ്ങൾ അങ്ങനെ തല്ലിപ്പിരിയരുത്, നിങ്ങൾ അമ്മയും മക്കളുമാണ്, നിങ്ങൾ ഒന്നായി കാണാം. അങ്ങനെയാണല്ലോ നമ്മളെ മക്കളുള്ള ആ ഒരു ഇത് ഓർമ്മിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് എത്രയായാലും നമുക്ക് മനസ്സിൽ എപ്പോഴായാലും അവർ അമ്മയും മക്കളുമാണ്. അമ്മ പ്രസവിച്ച മക്കളാണത്, അപ്പവും അമ്മവും എന്ന് പറയുന്നത്. അപ്പം അവരെപ്പോഴായാലും ഇനി എന്തൊക്കെ ആയാലും ഈ പറഞ്ഞ കണക്ക് ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അവരിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവരൊന്നാണ്, ഒരു രക്തബന്ധമാണ്. അപ്പം നമ്മൾ അതൊന്ന് ചിന്തിക്കണം. അത് കാര്യം ശരിയാണ്. പക്ഷേ ഈ അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് മൊത്തം അവൻ്റെ മണ്ടയിലേക്ക് ചാരിയപ്പോഴത്തേക്ക് അത് നമുക്ക് കാണുമ്പോഴത്തേക്കൊരു വിഷമം തോന്നുന്നുണ്ട്. കാര്യം രണ്ടുപേരെ വശത്തും ഒരുപാട് ഇതുണ്ട്. ഒരാളായതിലല്ല, രണ്ടുപേരുടെ സൈഡിലും ഇതുണ്ട്. ഒരാൾ സ്വന്തമായിട്ടിരുന്ന് വിളിച്ചു പറയുന്നു, അടുത്ത ആൾ അവർക്ക് വേറെ ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇനി അതിനെക്കുറിച്ച് ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളില്ലാതെ സംസാരിക്കുന്നതെല്ലാം നിർത്തി, കുടുംബകാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പേ വിളിച്ചു പറഞ്ഞ് ഇതാക്കാതെ അതെല്ലാം നിർത്തി സ്വന്തം കാര്യം അപ്പൂവിനോട് പല വീഡിയോയിൽ നമ്മളെല്ലാവരും പറഞ്ഞു, ആവശ്യമില്ലാത്ത ഒരു കാര്യവും പബ്ലിക്കിൻ്റെ മുമ്പ് പോകുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങാനുണ്ടെങ്കിൽ അപ്പു അത് മുന്നേ വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുമ്പ് പറയും. അങ്ങനെയുള്ള കാര്യമായാലും ആവശ്യമില്ലാത്ത ഒരു കാര്യവും പബ്ലിക്കിൻ്റെ മുമ്പ് പറയരുതെന്ന് പറഞ്ഞാൽ അപ്പു അത് എന്ത് കാര്യമായാലും മുമ്പേ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് അപ്പുവിൻ്റെ മനസ്സിലത് ഒരു നിഷ്കളങ്കമായ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇല്ല. എൻ്റെ രീതി അങ്ങനെയാണ്. എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചിലർക്ക് ഭയങ്കര കട്ടി മനസ്സാണ്, ചിലർക്കുള്ളത് നോർമലായിട്ടുള്ള ഒരിതാണ്. എനിക്ക് സീരിയൽ കണ്ടുകൊണ്ടിരുന്നാലും മതി, പിന്നെ വിഷമം വരുന്ന ഇത് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് കണ്ണെന്ന് വെള്ളം വരികയും ചെയ്യും, സങ്കടം വരികയും ചെയ്യും. അതിന് ചിലർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ നിയന്ത്രിച്ചാൽ പറ്റൂല. പിന്നെ ചില കടുംകട്ടി മനസ്സുള്ളവർ അവർക്ക് നീ എന്തെന്ന് കേട്ടാലും എങ്ങനെയെന്ന് കേട്ടാലും അവർക്ക് സങ്കടവും വരൂല. അപ്പോഴേ അതിൽ വെച്ച് എന്തോ മനസ്സിലാക്കും. നമ്മൾ കാണുന്ന ഓരോ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഓരോ നാളിൻ്റെയും പ്രത്യേകത എടുത്തെഴുതിയിട്ടുണ്ട്. നമുക്ക് സത്യസന്ധത എന്നുള്ള ഒരു നേരെ വാ എന്നുള്ള ഒരിതും ഈ ശരീരമല്ലാതെ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് കൂടെ തുറന്ന് പറഞ്ഞ് കളയുന്നൊരു വ്യക്തിയാണ്. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് പറയുന്നത്
ഇപ്പം തന്നെ ഇവിടെ ഈ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു വീടുകളിലും ഞാൻ പോകാറില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ വീട്ടിലിരിക്കുന്നു. എന്തിനാണ് നമുക്ക് നമ്മുടെ കാര്യം നോക്കുക. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ സുഖവിവരങ്ങളൊക്കെ അറിഞ്ഞ് അവരെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്നു. ഇപ്പം മരുമോൻ വന്നതുകൊണ്ട് മോളും കുഞ്ഞും അങ്ങ് പോയി. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഇത് തന്നെ. പിന്നെ എന്താ പറയുക, അപ്പം അപ്പുവിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അപ്പുവിന് ഒരു സന്തോഷം എങ്ങനെയെങ്കിലും വന്നുകൊണ്ടിരുമ്പോൾ പബ്ലിക്കിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവൻ ഉടനെ ഇതിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നിരിക്കും. അപ്പോൾ ഇപ്പം അപ്പുവിൻ്റെ മോളെ ഡാൻസിന് കൊണ്ടാക്കുന്ന വീഡിയോ ഇട്ടേക്കായിരുന്നു. കൊണ്ടാക്കുന്നു, അവിടെ കൊണ്ടുവന്ന് ഡാൻസ് മാഷിന് ദക്ഷിണയൊക്കെ കൊടുത്ത് കൊണ്ടാക്കുന്ന ഒരു ഇതാണ് കണ്ടത്. ഉടനെ കൂടെ കുമാരിയമ്മ വീണ്ടും വീഴുന്നു. കുമാരി വീണ് ഇത്രയും നാളത് വലിയൊരു ഫ്രാക്ചറൊക്കെ ആയി, കാലിൽ കമ്പി ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് തട്ടിയാൽ മതി, ഉടനെ അടുത്ത മുറിവ്, അടുത്ത പ്രശ്നം ഉണ്ടാവാം. കാര്യം ഇപ്പം നമ്മളെ കൈ ഒടിഞ്ഞ കൈയാണെന്നുണ്ടെങ്കിൽ ആ കൈ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഇതായാൽ മതി. ഞാൻ പല സ്ഥലത്തും വീണിട്ടുണ്ട്. പക്ഷേ ഈ തടിയുടെ രഹസ്യം കൊണ്ടാണ് ഞാൻ തട്ടലും നടുവേദനയൊക്കെ എപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നടുപിടിച്ചൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. വീണതിനൊന്നും ഒരു കണക്കുമില്ല. പൊട്ടലില്ലാതെ നിന്ന് പോണത് ഈ മാംസം ശരീരം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ കുമാരിക്ക് വീണ്ടും വീണു. അങ്ങനെ ഹോസ്പിറ്റലിലാണ്, മെഡിക്കൽ കോളേജിലാണ്. അതിൻ്റെ കാര്യം ഇങ്ങനെ അപ്പു ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ദുഃഖം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും ദുഃഖവും കൂടെ വരുന്നുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 2 നല്ല അന്നാമിന്നി നല്ല നല്ല ചുണയി കുഞ്ഞുങ്ങളാണ്. മൂത്ത മോളെ കൊണ്ടുവന്നാണ് ഇപ്പം ഡാൻസിൻ്റെതായത്. ഇപ്പം ഇനി ലച്ചൂട്ടിയുണ്ട്. ലച്ചൂട്ടി ഞാൻ ഇതാകുമ്പോഴത്തേക്ക് ലച്ചൂട്ടി സ്വന്തമായിട്ട് തന്നെ അവൾ ഡാൻസൊക്കെ പഠിച്ചോളും. ഡാൻസായാലും പാട്ടായാലും അവൾക്ക് ഇപ്പോഴേ അതിനൊക്കെ ഉള്ള കലാവാസന ഇത്തിരി കൂടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിലെല്ലാം നമുക്ക് നമിക്കാനുള്ളത് ചിറ്റാമ്മ. ആ ചിറ്റാമ്മയെ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ചിറ്റാമ്മ ആ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും. ചിറ്റാമ്മയ്ക്ക് എന്തായാലും കുമാരിയമ്മയുടെ അമ്മയാണല്ലോ. ദൈവമേ ഈശ്വര, ഞാൻ എൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഓർമ്മിക്കുമ്പം ഞാൻ ആ ചിറ്റാമ്മയുടെ ഒരു ഇത് ആലോചിക്കണം. ആ ചിറ്റാമ്മ എല്ലാം ചെയ്യുക, എല്ലാം നോക്കുകയും എല്ലാം അവരെ നമിച്ചിരിക്കുന്നു ചിറ്റാമ്മയെ. അത്രയും നല്ല നല്ലൊരു എന്തോ ഒരു ദൈവികമുള്ളൊരു ഇതാണ് ആ ചിറ്റാമ്മ. അത്രയ്ക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നല്ലൊരിതാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ഇനി ഒരു നല്ല ഈ ഒരേ ദുഃഖങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ഇനി ഒരു നല്ല ജീവിതത്തിൻ്റെ തുടക്കത്തിനാണ് ഈ കൊച്ചു ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നത്. അതെല്ലാം മാറി അവർക്ക് ഇനി ഒരു വീടുമൊക്കെ ആയി, എന്നും വീട് അങ്ങോട്ട് വാരി മാറ്റണം, ഇങ്ങോട്ട് വാരി മാറ്റണം. അവർ അത്രയും വർഷങ്ങൾ കൊണ്ട് ഈ 2 ഇപ്പം ലച്ചൂട്ടിയും കൂടെ ആയപ്പോഴത്തേക്ക് ഇപ്പം ലച്ചൂട്ടിയുള്ളൂ, മറ്റേത് ആമിമോളയുള്ളായിരുന്നു. ഈ സാധനങ്ങൾ അത്രയും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എത്ര ഇതിൻ്റെ ഒരു ഇതാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നാറുണ്ട്. കാര്യം അപ്പോഴൊക്കെ നമ്മളിരുന്ന് മനസ്സിൽ വിചാരിക്കും ഈ അപ്പു അവിടെ നിന്ന് പോകരുതായിരുന്നു. കാര്യം അപ്പുവിനും കൂടെ അവകാശപ്പെട്ട വീടാണല്ലോ. അപ്പം അപ്പുവിൻ്റെ അച്ഛനും അമ്മയാണല്ലോ. അപ്പം മാത്രം ഒന്ന് പറഞ്ഞാലും എടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ സാധാരണമാണ്. ഒരു വീട്ടിൽ വഴക്കുണ്ടാകുകയും എല്ലാം ചെയ്യുന്നതൊക്കെ സാധാരണമാണ്. അപ്പം സിന്ധുവമ്മയ്ക്ക് അപ്പുവിനോട് സ്നേഹമില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പെറ്റമ്മയാണ്. സിന്ധുവിന് നിറച്ച് സ്നേഹം അപ്പുവിനോടുണ്ട്. അതൊക്കെ എത്രയായാലും അത് പെറ്റ വയറിനല്ലേ അതറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിറങ്ങിപ്പോയി. അത് ആ ഒരു വലിയ ഇതാണ്. ഇപ്പം പോകെ കാണുമ്പോഴത്തേക്ക് സിന്ധുവിനും അതിൻ്റേതായ ഒരു ഇത് മനസ്സിൽ നിന്ന് മാഞ്ഞ് സംസാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. ഇപ്പം സിന്ധുവിന് ഒരുപാട് ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. അന്ന് അപ്പു മാത്രമായിരുന്നു എല്ലാത്തിനും മുന്നിൽ കണ്ടിരുന്നത്. ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ആയപ്പോഴത്തേക്ക് എന്ന് വിചാരിച്ച് നമ്മൾ ആര് ബന്ധുക്കളും സ്വന്തക്കാരും ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ മക്കളെ പോലെ
ഒരു മനുഷ്യരും ഒക്കില്ല. ഞാനിരുന്ന് ഇവിടെ എപ്പോഴും ഇരുന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യം ഞാനിരുന്ന് എപ്പോഴും പറയുന്നു. അമ്മ മരിച്ചിട്ട് 5 മാസമായി. ജൂലൈ 10-ാം തീയതിയാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം. ഈ 10-ാം തീയതി ആകുമ്പം അമ്മ മരിച്ചിട്ട് 5 മാസമാവും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ കടയ്ക്കലെങ്ങാനും പോവുകയോ അങ്ങനെ എന്തിനെങ്കിലും പോവുകയോ അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ എനിക്ക് വേറെ ഒരു സന്തോഷപ്രദമായ ഒരു കാര്യത്തിൽ എനിക്ക് പോയി നിൽക്കാനോ എൻ്റെ കല്യാണം കഴിഞ്ഞ് 35-ാം വിവാഹ വാർഷികം കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് നല്ല രീതിക്ക് എൻ്റെ അമ്മ തന്നെ പറയുമായിരുന്നു, ഈ 35-ആണ് അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട, മേടിക്കുകയും വേണ്ട, ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കതിൻ്റെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കതിനൊന്നുള്ളൊരു മനസ്സില്ല. അപ്പം ഓരോരുത്തർ അമ്മയുടെ പ്രായത്തിലുള്ളവരൊക്കെ ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാര്യം അമ്മയുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് അമ്മയുടെ റൂമിൽ കയറി നോക്കിയാൽ അമ്മ വെച്ച സാധനങ്ങളെല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മയെല്ലാം കേട്ടോണ്ടിരിക്കുന്ന അമ്മ എൻ്റെ തൊട്ടുമേലിരിപ്പുണ്ട്. എത്രയായാലും പെറ്റമ്മയുള്ള കണക്ക് വേറെ ഇനി ആരുണ്ടെങ്കിലും പറ്റില്ല. എന്തൊരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നാലോ അമ്മ ഇതിപ്പം കുടുംബം ഇളയ അനിയത്തിക്കായിരുന്നു. അവളേത് ഞങ്ങൾ വില മേടിച്ചതാണ്. വില മേടിച്ചതുകൊണ്ട് അനിയത്തിയുടെ കൂടെയായിരുന്നു അമ്മ കൂടുതൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങ് വന്ന് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ അവസാന സമയം അമ്മയ്ക്ക് ഇങ്ങ് നിൽക്കുന്നതിനോട് താല്പര്യം കൂടി വന്ന് എല്ലാ ഇതുമായി എൻ്റെ അമ്മയ്ക്ക് ഇങ്ങ് നിൽക്കാനുള്ളൊരു മനസ്സ് വന്ന് എല്ലാമായി അമ്മയ്ക്കെല്ലാം ഇതായി വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് നിൽക്കാൻ ഈ പറഞ്ഞ കണക്ക് അതിനുള്ള വിധിയില്ലായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വയസ്സായ ഒരമ്മ ഒരു വീട്ടിലുണ്ട്. കുളിച്ച് കുറിയും തൊട്ട് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ആ വീട്ടിൻ്റെ വിളക്കാണ് അവർ. പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അനുഭവിക്കാനും കൂടെ യോഗം വേണം. അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അറിയുന്നത്. നാളെ നമുക്കായ ഒരു സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ പഠിക്കാൻ കിടക്കുന്നത്. ഞാൻ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ പോയിരുന്നു. നമുക്ക് ഗാന്ധി ഭവനിൽ പോവേണ്ട ഒരിത് വന്നു. അങ്ങനെ ഗാന്ധി ഭവനിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോ അമ്മമാരും നമ്മളെ കാണുമ്പോഴത്തേക്ക് കൈ പിടിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും മുഖത്ത് കൂടുതലായിട്ട് നോക്കിയില്ല. ഓരോ മക്കൾ കൊണ്ടുവന്ന്, അതും കോടീശ്വരായ മക്കൾ. അമ്മയ്ക്ക് 4-5 മക്കളുണ്ട്, ഉദ്യോഗസ്ഥരാണ്, വസ്തുവുണ്ട്, എല്ലാമുണ്ട്. ആ അമ്മമാർക്ക് അവരോട് നിൽക്കാൻ താല്പര്യമില്ലാതെ വന്ന മക്കളോടത്ത് നിൽക്കാൻ താല്പര്യമില്ലാതെ വന്ന അമ്മമാർ, അച്ഛൻ. നമ്മുടെ ഈ സ്ഥലത്തുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഈ സ്ഥലത്തുള്ള 1-2 പേര് വസ്തു